നമ്മൾ ആദ്യമായിട്ട് ഇപ്പോഴേ ഉടമ്പടി ധ്യാനം ആരംഭിക്കുന്നത് ഒരു സാക്ഷ്യം വിചാരണ ചെയ്തുകൊണ്ടാണ്. നമുക്കറിയാം, സാക്ഷ്യ വിചാരണ ഉടമ്പടി ധ്യാനത്തിൻ്റെ ഒരു ഘടകമാണ്. ആ ആഴ്ചയിൽ അമ്മ ചെയ്ത കാര്യങ്ങളാണ് സാക്ഷ്യത്തിനെടുക്കുന്നത്. ഈ ആഴ്ചയിൽ നടന്ന ഏറ്റവും നല്ല സാക്ഷ്യം. എല്ലാ സാക്ഷ്യങ്ങളും നല്ലതാണ്, പക്ഷെ ചില സാക്ഷ്യങ്ങൾക്ക് ചില ഉടമ്പടി കണ്ടൻസുകൾ കൂടും. അതിൽ എല്ലാ മനുഷ്യർക്കും അനുവർത്തിക്കാൻ പറ്റുന്ന രീതിയിൽ അതിൻ്റെ അകത്ത് ഒരു ദൈവ ആഭിമുഖ്യത്തിനുള്ള കുറേ പുതിയ വഴികൾ കാണാം. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളാണ് അച്ഛൻ എടുത്തിട്ട് പലപ്പോഴും സാക്ഷ്യ വിചാരണയ്ക്ക് വെക്കുന്നത്. ഈ പ്രാവശ്യത്തെ സാക്ഷ്യ വിചാരണയിൽ കുറേ സാക്ഷ്യങ്ങളുണ്ട്. ഒരു സാക്ഷ്യം നീതുവിൻ്റെ ആണ്, നീതു ചെന്നിത്തല. അപ്പോൾ അവരുടെ സാക്ഷ്യം വെച്ചാൽ അവർക്ക് 5 വർഷങ്ങളായിട്ട് മക്കളില്ല. അപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് ടെസ്റ്റ് ചെയ്തിട്ടും പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല, പക്ഷെ മക്കളില്ല. അപ്പോൾ അത് ഭയങ്കരമായ പ്രശ്നമാണ്. വൈദ്യശാസ്ത്രം കുഴപ്പങ്ങളൊന്നും ഇല്ലെന്ന് പറയുകയും ചെയ്യും. 5 കൊല്ലമായിട്ട് മക്കളില്ലാതിരിക്കുമ്പോൾ നീതിൻ്റെ കാര്യം മനസ്സിലായി, ഇനി മക്കളുണ്ടാവത്തില്ല. എന്തെങ്കിലും കുഴപ്പം കൊണ്ടുപോയി നമുക്ക് അതിനുവേണ്ടി ചികിത്സിക്കാം. ഇത് എവിടെ ചികിത്സിക്കാനാണ്? മക്കളുണ്ടാകണില്ല. പിന്നെ ഫോളിക് ആസിഡ് കൊടുത്ത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത്, അപ്പോൾ ഇവർക്ക് നേഴ്സായതുകൊണ്ട് അവർക്കറിയാം ഇതിൻ്റെ ആശുപത്രിയിൽ പോയാലും കിട്ടാൻ പോകുന്നത് ഫോളിക് ആസിഡാണ്. ഇങ്ങനെ ജീവിതകാലം മുഴുവൻ ഫോളിക് ആസിഡും കുടിച്ചിരുന്നിട്ട് എന്ത് ചെയ്യാനാണ്? പിന്നെ അവർ ആശുപത്രി പോക്ക് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവരൊരു ദിവസം ചെന്നിത്തലേന്ന് അവരുടെ വീട്ടിൽ പോയി. അവരുടെ വീട് കണ്ണൂരാണ്. കണ്ണൂർ ചെന്നപ്പോൾ നമുക്കറിയാമല്ലേ, ഇപ്പോൾ പണ്ടത്തെ കണ്ണൂരല്ലേ ഇപ്പോഴത്തെ കണ്ണൂർ. വിശ്വാസമുള്ളവന് ശക്തമായ രീതിയിൽ വിശ്വാസം പടർന്ന് വിശ്വാസം സാക്ഷ്യമായി ജീവിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അവിടെ പിടിച്ചപ്പോൾ അമ്മയുടെ അനിയത്തിൻ്റെ വീട്ടിൽ പോയി ഇവള്. അപ്പോൾ അമ്മയുടെ അനിയത്തി പറഞ്ഞു, നീതു നിൻ്റെ അടുത്തല്ലേ കൃപാസനം, പിന്നെ നീ എന്താ ഇപ്പോൾ കുട്ടികളില്ലാതെ നടക്കണമെന്ന്. അപ്പം അത്രയും ആൾക്കാർക്ക് ബോധ്യമുണ്ട്. നിൻ്റെ അടുത്ത് ചെന്നിത്തല ആലപ്പുഴ അല്ലേ, നിൻ്റെ അടുത്തല്ലേ കൃപാസനം, പിന്നെ നീ എന്തിനാ കുട്ടികളില്ലാതെ നടക്കണമെന്ന്. അപ്പം അത്രയും ആന്തരിക ബോധ്യമുണ്ട്. അപ്പം നീതിനെ സംബന്ധിച്ചുള്ള ആൾക്കാർക്ക് സംശയമില്ല, കേട്ടിട്ടുണ്ട് കൃപാസനം, പക്ഷേ എന്താണ് കാര്യമെന്ന് അറിയത്തില്ല. അപ്പം നീതിന് ഉടനെ കൊണ്ടുവന്ന് ഈ കൃപാസനം പത്രം കൊടുക്കും. ആൻറ്റി കൊടുക്കും. അപ്പം നീതു അവിടെ ഇരുന്ന് പറഞ്ഞത്, എനിക്കൊരു അവിശ്വാസവും തോന്നിയില്ല. ഞാൻ അവിടെ ഇരുന്ന് ആ പത്രം മൊത്തം വായിച്ചെന്ന്. മാതാവിലേക്കൊരാൾ, ഞാൻ എപ്പോഴും പറയുന്നത് മാതാവിൻ്റെ കൈയാണ് പത്രം. അതെന്താ കാര്യം വെച്ചാൽ ഈ പത്രത്തെക്കുറിച്ച് ആണ് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോഴെനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലായിരുന്നു പത്രം ഭയങ്കര സംഭവമാണെന്ന്. കാര്യം ഇത്രയും ആക്രമണം ആ ഒരു വിഷയത്തിലുണ്ടാകുമ്പോൾ തന്നെ അറിയുക, അനേകം ആത്മാക്കൾ ആ പത്രം കൊണ്ട് രക്ഷപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശരിക്കും ദൈവത്തിന് നിരക്കാത്ത ശക്തികൾ അതിനെ ആക്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആക്രമണം കൂടുന്ന എവിടെയാണെന്നൊക്കെ പറയാൻ പറ്റും. അവിടെയാണ് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളുള്ളത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായ രീതിയിൽ ആൾക്കാർ, പിന്നെ ചില ആൾക്കാരൊക്കെ പണ്ട് പത്രം വെച്ച് കിടക്കാനൊക്കെ തുടങ്ങി. അപ്പോഴും ഞങ്ങളതിനെ നിരോധിച്ചു. ഞാൻ ജസ്റ്റ് റീഡ് ഇറ്റ്. പത്രം മുഴുവനും അഭിഷേക വചനങ്ങളാണ്, പിന്നെ ജനങ്ങളുടെ അനുഭവങ്ങളും. അതാണ് പത്രം എന്ന് പറയുന്നത്. അഭിഷേക വചനങ്ങളും ജനങ്ങളുടെ ആ വചനം ജീവിതത്തിൽ അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ, ഉടമ്പടി ജീവിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന അനുഭവങ്ങളാണ് പത്രം. വേറെ ഒന്നും അതിൻ്റെ അകത്തില്ല. പിന്നെ കൃപാസനത്തിൻ്റെ മിഷൻ വർക്കുകളുണ്ട് അതിൻ്റെ അകത്ത്. സാംസ്കാരിക വിഷനും മറ്റു വിഷനും ഒക്കെ ഉണ്ട്. അത് നമ്മളുടെ സുവിശേഷ വേലയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോഴാ പത്രം ഇവിടെ കൊതിയോടെ സാക്ഷ്യങ്ങളെല്ലാം വായിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ വയറ്റിൽ ഗുളുഗുളാന്ന് പറഞ്ഞൊരു ഇളക്കകളായി. അതായത് എന്താ വെച്ചാൽ ഇവർക്ക് വിശ്വാസം ഉണ്ടായില്ല. അതാണ് പ്രശ്നം. ഇവൾ മനസ്സിലൊരു തീരുമാനമെടുത്ത്, എന്താണ് എടുത്തത്? ഞാനും പോയി ഉടമ്പടി എടുക്കും. അപ്പോൾ ആൻറ്റിയോട് പറഞ്ഞു, ആൻറ്റി എനിക്കിനി ബഹറിൽ പോകാൻ വേണ്ടി 2 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ആലപ്പുഴ പോയി ഉടമ്പടി എടുത്തിട്ട് പോകണത് സമയം കിട്ടത്തില്ല. അപ്പോൾ ആൻറ്റി പറഞ്ഞ്, കുഴപ്പമില്ല, നീ ഓൺലൈൻ ഉടമ്പടി എടുക്കാമെന്നോ. അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ
ഞങ്ങൾ കോവിഡ് കാലത്ത് അമ്മ ഓൺലൈൻ ഉടമ്പടി തന്നത്. അന്ന് ഓൺലൈൻ ഉടമ്പടി എന്നും പറഞ്ഞ് നമ്മൾ ഒരു വീഡിയോ ഇട്ടപ്പോൾ അന്ന് 1,00,000 ആൾക്കാരെ അത് കണ്ടുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചത് എല്ലാവരും കാണുമെന്നാണ് വിചാരിച്ചത്. ഇപ്പം ജോമോളൊക്കെ അത് ഡിക്സൺ അങ്ങനെ കുറച്ച് പേരാണ് ഇതൊക്കെ ഡിസൈൻ ചെയ്തെടുത്തത്, ഞാൻ ആശയം പറഞ്ഞു കൊടുത്തിട്ട്. അപ്പോഴേ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അന്ന് ഞങ്ങൾക്ക് അത്രയും ഒരു റിട്ടേൺസ് വന്നില്ല. എങ്ങനെ ഞങ്ങൾ ഓർത്തത് ജനങ്ങളെല്ലാവരും സഹായിക്കാൻ പറ്റുമെന്നാണ്. പക്ഷേ എന്താ അമ്മ ചെയ്തത്, ഇന്നിപ്പോഴേ ആൾക്കാർ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടാണ് തീർത്ഥാടന ഉടമ്പടി എടുക്കണമെങ്കിൽ ആലപ്പുഴ വരണ്ടേ. അപ്പം അതുവരെയുള്ള കാര്യങ്ങൾക്ക് അവരെന്ത് ചെയ്യും, ഓൺലൈൻ ഉടമ്പടി എടുക്കും. ഓൺലൈൻ ഉടമ്പടി എടുക്കുമ്പോൾ നേർച്ച വസ്തുക്കളെ കിട്ടത്തില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ട് കൃത്യമായിട്ട് അവിടെ പറയണത്, ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു, എന്നിട്ട് അതിൻ്റെ പ്രാർത്ഥന കൃത്യമായിട്ട് തന്നെ ചെല്ലാൻ തുടങ്ങി, വചനങ്ങൾ വായിക്കാൻ തുടങ്ങി. അപ്പോൾ എന്നാ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വല്ലാത്ത ഇന്ന് വരെ അനുഭവിക്കാത്തൊരു മരണകരമായ വേദനയാണ് ശരീരത്തിൽ അനുഭവിക്കണത്. അത് കഴിഞ്ഞപ്പോൾ ഒരു കഷണം വയറ്റിൽ നിന്ന് താഴേക്ക് ഒരു മാംസക്കഷണം, ഇതെവിടെ ഇരുന്നെന്നറിയത്തില്ല. 5 കൊല്ലം ടെസ്റ്റ് ചെയ്തിട്ട് ഒന്നും കാണാത്ത സാധനമാണ്. മാതാവ് പറിച്ചതാണ് കണ്ടത്, വയറ്റിൽ നിന്ന് പറിച്ചെടുത്ത് പുറത്ത് കളഞ്ഞു, രക്തം പോലും പൊടിയാതെ പുറത്ത് കളഞ്ഞു. അതോടുകൂടി അവർക്ക് മനസ്സിലായി ഇവിടെ എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന്. 1, 2, 3 ലക്ഷം രൂപ, ഇത് കണ്ടുപിടിച്ചാൽ തന്നെ 2 ലക്ഷം രൂപയുടെ ഓപ്പറേഷനാണ്. പക്ഷെ അത് ഒരു രക്തം പോലും പൊടിയാതെ കീഹോൾ പോലും അല്ലാത്ത രീതിയിൽ ഈ സംഭവം പറിച്ച് പുറത്ത് കളയും. അപ്പോൾ അതിനുശേഷം ഇവർക്ക് കോൺഫിഡൻസായി, ഇനി അമ്മ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യും, അമ്മ എനിക്ക് കുഞ്ഞിനെ തരും എന്ന് പറഞ്ഞ് ഇരിക്കുമ്പോൾ ഇവളുടെ വയറ്റിൽ മുമ്പത്തേക്കാളും വ്യത്യസ്തങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇവൾക്ക് ടെസ്റ്റ് ചെയ്യാൻ പേടിയാണ്. കാര്യം പണ്ട് ഈ 5 കൊല്ലമായിട്ട് ടെസ്റ്റിംഗ് ആയിരുന്നു. എപ്പോഴും നെഗറ്റീവ് അടിച്ചിട്ട് ഹസ്ബൻഡ് പറഞ്ഞു, നീ ആ സാധനം വലിച്ചെറിയിട്ട് ഒരു ടെസ്റ്റും വേണ്ട, നമുക്ക് കൊച്ചിനെയും വേണ്ടെന്ന് പറഞ്ഞതാണ്. കാര്യം എപ്പോഴും ടെസ്റ്റിൽ നെഗറ്റീവായി. അപ്പോൾ സങ്കടമായത് കാരണം ഇതൊന്നും ടെസ്റ്റ് ചെയ്യാതിരിക്കുകയായിരുന്നു. കുറേ നാളായിട്ട് ടെസ്റ്റുമില്ല, ആശുപത്രിയില്ല, അങ്ങനെ ജീവിക്കുകയും. പക്ഷേ ഇപ്പോൾ അവൾക്ക് തോന്നി ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് തോന്നി. ടെസ്റ്റ് ചെയ്തപ്പോൾ എന്താണെന്ന് അവൾ പറയണത്, ഇതിനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാമല്ലോ, പാരൻസ് ഒരു വര കാണാം. അപ്പോൾ അവൾക്കൊരു ചെറിയൊരു പ്രതീക്ഷ വന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അത് വര ആവർത്തിച്ച് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞ്, ഇതൊന്ന് നോക്കിക്കുക എന്ന് പറഞ്ഞ്. അപ്പോൾ ഹസ്ബൻഡ് നോക്കിയപ്പോഴും ആ ഒരു പോസിറ്റീവായിട്ട് വരുന്നുണ്ട് സംഭവം. അയാൾ ഞെട്ടിപ്പോയി ശരിക്കും പറഞ്ഞാൽ. പിന്നെ ചെയ്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ പിന്നെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവർ ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ ഓൺലൈൻ ഉടമ്പടി എടുത്ത ദിവസവും നോക്കുമ്പോൾ 1 മാസമാണ്. അപ്പോൾ ആ കുഞ്ഞിന് 1 മാസം വയറ്റിൽ പ്രായമുണ്ട്. ശ്രുതികട ഹല്ലേലൂയ. അമ്മയുടെ അനുഗ്രഹങ്ങൾക്കെല്ലാം അത് മരിയൻ ബ്ലെസ്സിങ് ആണെന്നറിയാൻ വേണ്ടി അമ്മയുടെ സീലുണ്ടാവും എപ്പോഴും. അത് അമ്മ തന്നതാണ്, ഉടമ്പടി പ്രകാരമാണെന്നറിയാൻ വേണ്ടി ഒരു മരിയൻ സീലുണ്ടാവും. മിക്ക സാക്ഷ്യം നോക്കി കഴിഞ്ഞാൽ മരിയൻ സീൽ കാണാൻ പറ്റും. ഇതിനകത്ത് വരുന്ന വെച്ച് കഴിഞ്ഞാൽ അവൾ പ്രസവിച്ചത് മെയ് 13-ാം തീയതിയാണ്. അതായത് മാതാവ് ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട ദിവസം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഫോളോ ചെയ്യുന്നവർക്ക് കുറേ മാസങ്ങൾ പ്രധാനപ്പെട്ട ഒക്ടോബർ മാസം, അതുപോലെ ഫെബ്രുവരി 11 മാതാവ് ലൂർദ് പ്രത്യക്ഷപ്പെട്ടത്, ഡിസംബർ 7 മാതാവ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇങ്ങനെ ഈ പ്രത്യക്ഷീകരണത്തിന് നിങ്ങൾക്കറിയാമോ, ഈ വിഷയം നമ്മുടെയൊക്കെ ഒരു കാലം കഴിയുമ്പോൾ, ഇപ്പം തന്നെ ഇതാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്നലെ പറഞ്ഞ സാക്ഷ്യങ്ങൾ ഓർത്തിക്കാൻ മനസ്സിലാവും കൃപാസനം എങ്ങോട്ടാണ് പോകണമെന്ന്. ഇന്നലെ പറഞ്ഞ സാക്ഷ്യങ്ങൾ, കാര്യം ഒരു ധ്യാന കേന്ദ്രങ്ങൾക്ക് ഇല്ലാത്ത അത്രയും ഒപ്പോസിഷൻസ് നമുക്കുണ്ടല്ലേ. എന്തുമാത്രം ആൾക്കാരാണ് ചർച്ച ചെയ്യണത് ചാനലിലൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചർച്ച ചെയ്യണത്. അവർ നെഗറ്റീവാണ് പറയുന്നുണ്ടെങ്കിലും പറയുന്നത് കൃപാസനത്തെക്കുറിച്ചല്ലേ. അപ്പോൾ അവർ കുറച്ച് പേര് വിശ്വസിച്ചില്ലെങ്കിലും കേൾക്കുന്ന ആൾക്കാർക്ക് ജീവിത പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഒരു കൃപാസനത്തിലേക്ക് വരും, സംശയമില്ലല്ലോ. അതെല്ലാം പോസിറ്റീവാണ്. അവരെന്തെങ്കിലും തന്തക്കൊക്കെ വിളിക്കൊണ്ടിരുന്നുണ്ട്, ഒരു സംശയമില്ല, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവർ സബ്ജക്റ്റ് ബേസിൽ കൈകാര്യം ചെയ്യുന്ന വിഷയം എന്താണ്?
ഇപ്പോഴത്തെ തന്നെ കഴിഞ്ഞ ദിവസങ്ങൾ സംഭവിച്ച ആ സാക്ഷ്യങ്ങളില്ലേ, ആ സാക്ഷ്യത്തിൻ്റെ തന്നെ ഡിസ്കഷൻ എന്തെല്ലാം ലെവലിലാണ് പോയത്. പക്ഷെ ആ സാക്ഷ്യങ്ങളെല്ലാം കഴിയുമ്പോൾ കമ്പിത്തിരി കത്തിക്കണ പോലെയാണ്. കമ്പിത്തിരിയുടെ മരുന്നെല്ലാം കത്തിച്ചതെല്ലാം ഭംഗിയായിട്ട് കഴിയുമ്പോൾ ഒരു കമ്പി അവശേഷിക്കും അല്ലേ. അതുപോലെ കൃപാസനത്തെ എങ്ങനെ വിമർശിച്ചാലും അവസാനം കൃപാസനവും മാതാവും അവശേഷിക്കും. ഒരു മനുഷ്യന് ഒരു സങ്കടം വരണ കാലത്ത് ഒരിക്കലും ദൈവത്തെക്കുറിച്ച് കേട്ടുകേൾവി പോലും ഇല്ലാത്ത മനുഷ്യർ അമ്മയിലേക്ക് ആകർഷിച്ചു വരും. ഇന്നലെ ഞാനൊരു ചെടുത്തിടെ പിടരയ്ക്ക് പിടിച്ച് സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട്. അതെന്താ കാര്യം എന്നറിയാമോ? എന്നെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ചെല്ലാനത്തുകാരത്തെയാണ് എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛ അബദ്ധം പറ്റിപ്പോയി. ഞാൻ പറഞ്ഞു, എന്നടി? അല്ലേ, ഞാൻ പെന്തക്കോസ്താ വർഷങ്ങളായിട്ട് ഉടമ്പടി എടുത്ത് ജീവിച്ചപ്പോഴാണ് ഇപ്പോൾ അമ്മ ആരാളെന്ന് മനസ്സിലായത്. അപ്പോൾ നോക്കി എന്തുമാത്രം മനുഷ്യരാണ് ജീവിക്കുന്ന. ദൈവത്തിൻ്റെ സാന്നിധ്യം അമ്മയിലൂടെ ഇന്ന് ജനങ്ങളുടെ കണ്ണുനീരൊപ്പിക്കൊണ്ട് കാലാകാലങ്ങളിലൂടെ ഉണ്ടായിട്ട് തിരിച്ചറിയാതെ തെറ്റായ പ്രബോധനങ്ങൾ അകപ്പെട്ടുകൊണ്ട് ആത്മരക്ഷയും അതേസമയം തന്നെ ജീവിത സ്വസ്ഥതയും നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. അതായത് സത്യവിശ്വാസം എന്ന് പറയുന്നതിൻ്റെ അകത്ത് മാതാവിനെ മാറ്റി നിർത്തിക്കൊണ്ടൊരു സത്യവിശ്വാസം രൂപപ്പെടുത്താൻ പാടില്ല, പറ്റത്തില്ല. എന്തുകൊണ്ട്? അമ്മ വിശ്വാസമുള്ള എല്ലായിടത്തും അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ നോക്കിയാൽ മനസ്സിലാവും. വിശ്വാസം ജീവിക്കുന്ന സ്ഥലങ്ങളിലാണ്, കറകളഞ്ഞ വിശ്വാസം ജീവിക്കുന്ന സ്ഥലങ്ങളിലാണ് അമ്മ പ്രത്യക്ഷീകരണം നൽകുന്നത്. അതിന് ജാതിയും മതവും ഒന്നുമില്ല. ആരാണ് വിശ്വാസം ജീവിക്കണത് അവർക്ക് അമ്മയുടെ പ്രത്യക്ഷീകരണം ലഭിക്കും. ഇന്നലത്തെ സാക്ഷ്യം കണ്ടില്ലേ? എന്താണ്? ഇന്നലെ 8 സാക്ഷ്യങ്ങളും അമ്മ അവർക്ക് പ്രത്യക്ഷപ്പെട്ടതാണ്. ഇപ്പോൾ എനിക്ക് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം വരും. എന്നുവെച്ചാൽ ഞാൻ അഭിമുഖീകരിച്ച ഒരു പ്രശ്നം, അമ്മ മാതാവ് ജീവനോടെ ഇവിടെ പ്രത്യക്ഷപ്പെട്ടുവെന്ന് ഞാൻ പ്രഖ്യാപിച്ച കാലത്ത് ഞാൻ സഹോദര വൈദികരിൽ നിന്ന് ഞാൻ അനുഭവിച്ച ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അച്ഛനല്ലേ കണ്ടുള്ളൂ, വേറെ ആരെങ്കിലും കണ്ടോ എന്ന്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞൊരു ഉത്തരവുണ്ട്, ഇനി എല്ലാവരും കാണുന്നൊരു കാലം വരുമെന്ന്. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ പറയും. ഈ കൃപാസനത്തിൻ്റെ ഇവിടെ വരണ ആൾക്കാരെല്ലാം കൂടുതലും എറണാകുളം തൊട്ട് കണ്ണൂർ വരെയുള്ളവരാണല്ലോ. പിന്നെ കൊല്ലം തൊട്ട് ട്രിവാൻഡ്രം, ഇടുക്കി വരെയുള്ളവരും, പിന്നെ ലോകത്ത് വ്യത്യസ്തമായ ജില്ലകൾ. ഈ ആലപ്പുഴക്കാരെന്താ കൃപാസനത്തിൽ വരാത്തത് ചോദിക്കും. അങ്ങനെ ചോദിക്കും, എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ആലപ്പുഴക്കാർ വരുന്നുണ്ട് ഒത്തിരി പേര്. പിന്നെ അവർക്ക് ഏറ്റവും അടുത്ത് ലളിതമായിട്ട് ഇവിടെ വന്നു പോകുന്നത് കാരണം കഷ്ടപ്പെട്ട് വന്നവനാണ് മാതാവ് ഫലം കൊടുക്കുന്നത്. അതാണ് ഒരു പ്രശ്നം വന്നിരിക്കുന്നത്. അതൊരു പ്രശ്നം തന്നെയാണ്. ഞാൻ ഈ വള്ളക്കാട് പ്രാർത്ഥന പണ്ട് നടത്തുമായിരുന്നു ഇവിടെ. 85 മുതൽ 86 മുതൽ ഞാൻ 2000 വരെ വള്ളക്കാട് പ്രാർത്ഥന നടത്തുമായിരുന്നു. അപ്പോൾ വള്ളക്കാട് പ്രാർത്ഥനയ്ക്കൊക്കെ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾ പ്രാർത്ഥനയ്ക്ക് വരും. പക്ഷേ ആൾക്കാർക്ക് മത്സ്യം കിട്ടണ കൂടുതൽ അകലേന്ന് കഷ്ടപ്പെട്ട് രാവിലെ വെളുപ്പിനെ എഴുന്നേറ്റൊക്കെ വരുന്ന ആൾക്കാരും വണ്ടി കാത്തു നിന്നിട്ടും തിരിച്ചു പോകുമ്പോൾ രാത്രി 1 മണിയാകുമ്പോഴൊക്കെ വീട്ടിലെത്തുന്ന ആൾക്കാരില്ലേ, അവരാണ് ഇതിന് രക്ഷപ്പെടണത്. ആളുടെ ആദ്യത്തെ അടയാളം അത്. ഇതിനകത്ത് പ്രശ്നം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, നമുക്കറിയാമോ, ഈ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് പ്രശ്നം. അടുത്ത് ഉള്ളവരാണെങ്കിലും ശരി, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇപ്പം തന്നെ ഇവിടെ ചെറിയൊരു ബഹളം ഉണ്ടാക്കത്തില്ലേ, ഞങ്ങൾക്ക് പോകണം, വീട്ടിൽ പോകണം, വീട്ടിൽ കുറേ നേരം ഞാൻ രാവിലെ വന്ന് വെളുപ്പിനെ വന്നാന്നൊക്കെ പറയത്തില്ലേ. ചേച്ചി എപ്പോഴാണ് ചേട്ടൻ്റെ വീട് എവിടെയാണ്? എൻ്റെ വീട് ആലപ്പുഴ. കൊള്ളാം. അപ്പോൾ കാസർഗോഡുകാരോട് നിൽക്കണേ, അവർക്കൊരു പ്രശ്നമില്ല. അതാണ് വിഷയം. അത് വിഷയം തന്നെയാണ്. അതായത് ഇതിൻ്റെ അകത്ത് വരുന്ന വിഷയം ആർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ആ വിശ്വാസത്തിന് ആർക്കാണ് തൻ്റെ വ്യയം ചെയ്യാൻ പറ്റണത്, അവരാണ് ഇത് ഏൺ ചെയ്യണത്. പക്ഷേ അതിന് വ്യത്യസ്തമായ ഒരു അനുഭവം ഉണ്ടായി. കഴിഞ്ഞ ദിവസം ഈ കൃപാസനത്തിന് വാദിക്കുന്നൊരു അനുഭവം ഉണ്ടായി. പൊള്ളത്തെ എഴുതുമ്പോൾ സ്ഥലമുണ്ട് അപ്പുറത്ത്, ഇതിന് നേരെ അപ്പുറത്താണ് പൊള്ളത്തൈ. റെയിൽവേ ക്രോസിൻ്റെ നേരെ അപ്പുറത്ത് പൊള്ളത്തൈയാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു സഹോദരി, അതായത് ദീപ്തി എന്ന് ഒരു സാക്ഷ്യം പറഞ്ഞ് ഇന്നലെ. ദീപ്തിയുടെ സാക്ഷ്യം ഭയങ്കര രസമാണ്. അപ്പോൾ എനിക്ക് സന്തോഷമായി. കാര്യം കൃപാസനം വാദിക്കലാണല്ലോ.
അപ്പോൾ എന്താ ദീപ്തിയുടെ സാക്ഷ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദീപ്തി ഒരു മലയാള സ്റ്റുഡൻ്റാണ്, മലയാളം മീഡിയത്തിൽ പഠിച്ച ആളാണ്. അപ്പോൾ അവൾക്കാണെങ്കിൽ ഈ IELTS എഴുതാൻ പറ്റത്തില്ല. സ്പീക്കിംഗ് ഇല്ല, റീഡിംഗ് ഇല്ല, റൈറ്റിംഗ് ഇല്ല, എല്ലാ മൊഡ്യൂൾസും പോവും. അപ്പോൾ അവളങ്ങനെ ഇരുന്ന് വിഷമിക്കുകയാണ്. അവളൊരു ദിവസം ഇങ്ങനെ വീടിൻ്റെ വാതിക്കൽ അമ്മയുമായിട്ടിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സംസാരിച്ച് അവളുടെ IELTSൻ്റെ കോഴ്സിന് പോവുകയുള്ളൂ. IELTSൻ്റെ കോഴ്സിന് പോയിട്ട് വിദേശത്ത് പോകാൻ വേണ്ടി IELTSൻ്റെ കോഴ്സിന് പോകും ദീപ്തി. പക്ഷേ അങ്ങനെ പോകാൻ വേണ്ടി അങ്ങനെ ക്ലാസ്സിൽ പോയിട്ടും ഇവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റണില്ല. സ്പീക്കിംഗ് ക്യാച്ച് ചെയ്യാൻ പറ്റണില്ല, റൈറ്റിംഗ് പറ്റണില്ല, എല്ലാം ആകപ്പാടെ കുളവാകുകയാണ്. അപ്പോൾ തോക്കുമെന്ന് ഉറപ്പായി. അപ്പോൾ ഇവർക്ക് സങ്കടമായി, മഹാസങ്കടമായി. അപ്പോൾ അതിരുന്ന് അമ്മയോട് പറയണം, അമ്മ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, വല്ല ഇംഗ്ലീഷ് മീഡിയത്തിലും പഠിച്ചാൽ മതിയായിരുന്നു. ഈ മലയാളം പഠിച്ചത്തിൽ പഠിച്ച കാരണം ഒന്നും ശരിയാണില്ല, ഞാൻ ഇത് തുടങ്ങണ പരീക്ഷ എഴുതിയിട്ട് വല്ല കാര്യമുണ്ട്, ഒന്നും അറിയാൻ പാടില്ലെന്ന് പറഞ്ഞ് സങ്കടവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മയും മകളും കൂടി. അപ്പോൾ അമ്മ അപ്പുറത്ത് വർക്ക് ചെയ്യണം, എൻ്റെ ഇടയ്ക്ക് ഇവൾ വാദിക്കരുന്നുണ്ട്, അമ്മയോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം മക്കളുടെ സ്വഭാവം അറിയാമല്ല. അങ്ങനെ സമയത്ത് ഇവിടെ ഒരു കാഴ്ച കാണും വാതിക്കൽ, വീടിൻ്റെ വാതിക്കൽ. അപ്പോൾ അവൾ മാത്രമാണ് ഈ കാഴ്ച കാണുന്നതെന്നറിയാൻ വേണ്ടി ഇവൾ അമ്മേ ഇങ്ങോട്ട് വന്നേ, പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ, വാതിക്കലോട്ട് നോക്കിയേ, അമ്മ ഇതാരാണെന്നറിയാമോ അമ്മയ്ക്ക്? അപ്പോൾ അമ്മ പറയും, ഇത് കൃപാസനം മാതാവാണല്ല എന്ന് പറയും. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഇവൾക്ക് കൃപാസനം മാതാവാണെന്ന് അറിയാം, പക്ഷെ ആ കാഴ്ച അമ്മ കാണുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി അടുക്കളയിൽ നിന്ന് അമ്മയെ വിളിച്ച് വരുത്തിയിട്ട് അമ്മയെ കാണിക്കുമ്പോൾ അമ്മയാണ് പറയണത് ഇത് കൃപാസനം മാതാവാണെന്ന്. പ്രൈസ് ദി ലോർഡ്.